നമസ്കാരം. എല്ലാവർക്കും വികാസ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഒന്നും രണ്ടും ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതും. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് 4 ദിവസങ്ങളെപ്പറ്റി, അതായത് സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22 എന്നീ ദിവസങ്ങൾ സൂര്യൻ്റെ ആപേക്ഷികമായ ആ സ്ഥാനങ്ങളും ആ ദിവസങ്ങളിലെ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യവും ആ ദിവസങ്ങളെ വിളിക്കുന്ന പേരുമാണ് അന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മാർച്ച് 21, സെപ്റ്റംബർ 23 അത് പഠിച്ച കുട്ടികൾക്ക് അറിയാം. മാർച്ച് 21 സെപ്റ്റംബർ 23 ദിവസങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? നിങ്ങളുടെ നാവിൻ തുമ്പിൽ ആ പേര് വന്നു കാണും. ഇക്നോക്സസ് എന്നാണ്. സമരാത്ര ദിനങ്ങൾ. ആ 2 ദിവസങ്ങളെയും ഇക്നോക്സസ് അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ ദിവസങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഈക്വൽ ഡേയ്സ് ഓൺ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ് എന്നുള്ളതാണ്. 2 അർദ്ധഗോളങ്ങളിലും ഡേയുടെയും നൈറ്റിൻ്റെയും, അതായത് പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്നോക്സസ് എന്ത് എന്ന് ഇന്ന് ആദ്യമായി പഠിക്കാം. വാട്ട് ഈസ് ഇക്നോക്സസ്? എന്താണ് സമരാത്ര ദിനങ്ങൾ? Equal amount of sunlight is received in northern as well as southern hemispheres when the sun is vertically over the equator on March 21 and September 23. അതായത് ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ നോർത്തേൺ ആസ് വെൽ ആസ് സദേൺ ഹെമിസ്ഫിയർ വെൻ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ ഓൺ മാർച്ച് 21 ആൻഡ് സെപ്റ്റംബർ 23. അർത്ഥം മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ മധ്യരേഖയ്ക്ക് നേർമുകളിലായി വരുമ്പോൾ തുല്യമായ രാവും പകലും ഉണ്ടാകുന്നു. ഹെൻസ് ദ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഡ്യൂറിങ് ദീസ് ഡേയ്സ് ഓൺ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. ദീസ് ഡേയ്സ് ആർ കാൾഡ് ഇക്നോക്സ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പകലും രാത്രിയും തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളെ ഇക്നോക്സസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇക്നോക്സസ് എന്ന് പറഞ്ഞാൽ മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ മധ്യരേഖയ്ക്ക് നേർമുകളിലായി വരുമ്പോൾ തുല്യമായ രാവും പകലും ഉണ്ടാകുന്നു. ഈ ദിവസങ്ങളെയാണ് ഇക്നോക്സസ് എന്ന് പറയുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് സ്പ്രിംഗ് ആൻഡ് ഓട്ടം. സ്പ്രിംഗ് ആൻഡ് ഓട്ടം, അതായത് സ്പ്രിംഗ് ആൻഡ് ഓട്ടം. സ്പ്രിംഗ് എന്ന് പറയുന്നത് വസന്തകാലം, ഓട്ടം എന്ന് പറയുന്നത് ഹേമന്തകാലം. ഈ വസന്തകാലവും ഹേമന്തകാലം രണ്ടും 2 പരിവർത്തന കാലങ്ങളാണ്. അതായത് ട്രാൻസിഷൻ സീസൺസ് എന്നാണ് പറയുക. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പരിവർത്തന കാലം. ഇവിടെ സ്പ്രിംഗ് എന്ന് പറയുന്നത് വിൻ്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു പരിവർത്തന കാലമാണ്. വിൻ്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു പരിവർത്തന കാലം. അതായത് സ്പ്രിംഗ് ഈസ് ദ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം വിൻ്റർ ടു സമ്മർ എന്നാണ്. അപ്പോൾ സ്പ്രിംഗ് എന്ന് പറയുന്നത് വിൻ്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള ഒരു പരിവർത്തന കാലമാണ്. എന്താണ് വിൻ്റർ എന്ന് വെച്ചാൽ? ശൈത്യകാലം. സമ്മർ എന്ന് പറയുന്നത് വേനൽക്കാലം. അപ്പോൾ ശൈത്യത്തിൽ നിന്ന് വേനലിലേക്കുള്ള ഒരു പരിവർത്തന കാലം. ശൈത്യത്തിൽ നിന്ന് വേനലിലേക്കുള്ള ഒരു പരിവർത്തന കാലം. അപ്പോൾ ശൈത്യം കഴിഞ്ഞ് വേനൽ എത്തുന്നതിന് മുൻപുള്ള ഒരു കാലമാണ് ഇത്. ഈ കാലം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്, അല്ലെങ്കിൽ എങ്ങനെ അറിയാം? നിങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാലം തന്നെയാണ്. ഈ കാലം നമ്മൾ അറിയുന്നത് ചെടികൾ തളിർക്കുന്നത് ഈ സമയത്തായിരിക്കും. മാവുകളൊക്കെ പൂക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതേപോലെ പ്ലാവുകളിൽ ചക്കയുണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പറയാം പ്ലാന്റ് സ്പ്രൗട്ടിങ്, മാംഗോ ട്രീസ് ബ്ലൂമിങ് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സ് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് സീസൺ. അപ്പോൾ വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് സീസൺ എന്ന് ചോദിച്ചാൽ പ്ലാന്റ് സ്പ്രൗട്ടിങ്, മാംഗോ ട്രീസ് ബ്ലൂമിങ് ആൻഡ് ജാക്ക് ഫ്രൂട്ട് ട്രീസ് ബിയറിംഗ് ബഡ്സ്
ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് സീസൺ. ഇപ്പോൾ സ്പ്രിംഗ് എന്ന് പറയുന്നത് വിൻ്റർ, അതായത് ശൈത്യം, ആ ശൈത്യത്തിൽ നിന്ന് സമ്മർ, അതായത് വേനലിലേക്കുള്ള ഒരു പരിവർത്തന കാലം. അതിൻ്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു. അടുത്തത് ഓട്ടം സീസൺ. ഓട്ടം എന്ന് പറയുന്നതും ഒരു പരിവർത്തന കാലം തന്നെയാണ്, ഒരു ട്രാൻസിഷൻ സീസൺ തന്നെയാണ്. മലയാളത്തിൽ നമ്മളതിനെ ഹേമന്തകാലം എന്നാണ് പറയുക. ഓട്ടം ഈസ് ദ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ സെവറിറ്റി ഓഫ് സമ്മർ ടു വിൻ്റർ. അതായത് സമ്മർ വേനലിൽ നിന്ന് വിൻ്റർ ശൈത്യത്തിലേക്കുള്ള, നേരത്തെ പറഞ്ഞത് നേരെ തിരിയുന്നു. വിൻ്ററിൽ നിന്ന് സമ്മറായിരുന്നു വസന്തമെങ്കിൽ ഇത് സമ്മറിൽ നിന്ന് വിൻ്ററിലേക്ക്, അതായത് വേനലിൽ നിന്ന് ശൈത്യത്തിലേക്കുള്ള ഒരു പരിവർത്തന കാലം. ഓട്ടം ഈസ് ദ സീസൺ ഓഫ് ട്രാൻസിഷൻ ഫ്രം ദ സെവറിറ്റി ഓഫ് സമ്മർ ടു വിൻ്റർ. ഇനി മറ്റതുപോലെ തന്നെ ഇതിൻ്റെയും പെക്യുലാരിറ്റി എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഓട്ടം സീസൺ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി, അതായത് അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയും. ദിസ് ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ്. ഇതിനെ പിന്തുടർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ തുടർന്ന് ദൈർഘ്യം കുറഞ്ഞ പകലുകളും ദൈർഘ്യമേറിയ രാത്രികളും ഉണ്ടാകും. അതേപോലെ ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ്, ചെടികൾ, വൃക്ഷങ്ങൾ അതിൻ്റെ ഇലകൾ പൊഴിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ദീസ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഓട്ടം സീസൺ. അപ്പോൾ വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഓട്ടം സീസൺ എന്നാണ് ചോദിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് കൺസിഡറബിളി. ദിസ് ഈസ് ഫോളോഡ് ബൈ എ ഷോർട്ടനിങ് ഓഫ് ഡേ ആൻഡ് ലെങ്തനിങ് ഓഫ് നൈറ്റ്. ട്രീസ് ജനറലി ഷെഡ് ദെയർ ലീവ്സ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഓട്ടം സീസൺ. അതായത് അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയുകയും അതിന് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ തുടർന്ന് നീളം കുറഞ്ഞ പകലുകളും അതേപോലെ ദൈർഘ്യമേറിയ രാത്രികളും ഉണ്ടാകുന്നു. അതേപോലെ വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മുതൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഋതുഭേദങ്ങളും സമയവും എന്നുള്ള ഋതുഭേദങ്ങൾ എന്ന ഭാഗം നമ്മൾ തീർന്നു. ഇനി സമയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോകത്തെല്ലായിടത്തും ഒരു ഏകീകൃതമായ സമയം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ലോകത്ത് ഒരു ഏകീകൃതമായ സമയവ്യവസ്ഥ ഉണ്ടായിരിക്കേണ്ടത്? അതായത് നിങ്ങൾക്ക് റേഡിയോ പരിപാടികൾ കേൾക്കുന്നവരാണ്, ടെലിവിഷൻ പരിപാടികൾ കാണുന്നവരാണ്, അതേപോലെ തന്നെ വിമാന യാത്രയുമായി സംബന്ധിച്ച് പറയുകയാണ് അതിൻ്റെ സമയങ്ങൾ ക്രമം രൂപീകരിക്കണം, റെയിൽവേയുടെ ടൈം ടേബിൾ തയ്യാറാക്കണം. ഇതിനൊക്കെ ലോകത്ത് ഏകീകൃതമായ ഒരു സമയവ്യവസ്ഥ ആവശ്യമായിട്ടുണ്ട്. ഈ ഏകീകൃതമായ സമയവ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ടത്തെ ആളുകളൊക്കെ ഇന്നത്തെ രീതിയിലായിരുന്നില്ലല്ലോ. നിങ്ങൾക്കറിയാം, സൂര്യനെ ആകാശത്തേക്ക് നോക്കി നിരീക്ഷിച്ച് അല്ലെങ്കിൽ നിഴലിനെയൊക്കെ നിരീക്ഷിച്ചൊക്കെ ആയിരുന്നു സമയം കണക്കാക്കിയിരുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് പകൽ രാവിലെ എന്ന് പറയുമ്പോൾ അറിയാം സൂര്യൻ എവിടെയായിരിക്കും എന്നറിയാം, ഉച്ച എന്ന് പറയുമ്പോൾ സൂര്യൻ എവിടെയായിരിക്കും എന്നറിയാം, വൈകുന്നേരം ആകുമ്പോൾ സൂര്യൻ എവിടെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം സൂര്യൻ നിലനിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥാനം വെച്ച് നിങ്ങൾക്കും ഏകദേശമൊക്കെ സമയം പറയാൻ കഴിയും. അപ്പം ലോകത്ത് എല്ലായിടത്തും സമയം കണക്കാക്കാൻ ശാസ്ത്രകാരന്മാർ ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. സൂര്യൻ്റെ ഉച്ചനിലയെ ആധാരമാക്കി സമയത്തെ കണക്കാക്കുകയാണ് ചെയ്യുക. അതിന് നമ്മൾ പറയുന്ന പേര് പ്രാദേശിക സമയം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഉച്ചനിലയെന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലായി സൂര്യൻ വരുമ്പോൾ അവിടെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് സമയം ഉച്ചയ്ക്ക് 12 മണി എന്ന് കണക്കാക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ദ ടൈം ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് ഈച്ച് പ്ലേസ് ബേസ്ഡ് ഓൺ ദ അപ്പെക്സ് പൊസിഷൻ ഓഫ് ദ സൺ ഈസ് കാൾഡ് ലോക്കൽ ടൈം. അപ്പോൾ സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കിയുള്ള സമയക്രമമാണ് പ്രാദേശിക സമയം, ലോക്കൽ ടൈം. അപ്പോൾ ഇതാണ് സമയം കണക്കാക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം. സൂര്യനെ ആധാരമാക്കിയാണ് സമയം കണക്കാക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാണ്, അതായത് നമ്മുടെ തലയ്ക്ക് മുകളിലായി സൂര്യൻ വരുമ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കും അവിടെ.
ഇനി നമുക്ക് മറ്റെല്ലായിടത്തും സമയം കണ്ടെത്താൻ ഇത് മാത്രം മതി, ഈ അടിസ്ഥാനം മതി, ഈ ബേസ് വെച്ചുകൊണ്ട് പറയാൻ സാധിക്കും. അപ്പം നിങ്ങൾക്കറിയാം, ഭൂമി എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുക. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഇനി ഭൂമി ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങുന്നു, അതിന് വേണ്ട സമയവും നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ പറയും 24 മണിക്കൂറാണ്. ദ എർത്ത് ടേക്സ് 24 hours ടു കംപ്ലീറ്റ് ഓൺ റൊട്ടേഷൻ. ഭൂമിക്ക് ഒരു കറക്കം, ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ 24 മണിക്കൂർ വേണം. 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം വേണം. ഇനി ആസ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, ദ സൺ റൈസസ് ഫസ്റ്റ് ഇൻ ദ ഈസ്റ്റേൺ സൈഡ്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ട് സൂര്യൻ ആദ്യം കിഴക്ക് ഉദിക്കുന്നതായിട്ടാണ് നിങ്ങൾ കാണപ്പെടുക. അത് ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതുകൊണ്ടാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങി ചെല്ലുമ്പോൾ സൂര്യൻ്റെ ഉദയം നമുക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, ഇന്ത്യയിൽ ആദ്യം സൂര്യോദയം എവിടെ ആയിരിക്കാം? അപ്പം നിങ്ങൾക്ക് പറയാൻ സാധിക്കും, കിഴക്കുള്ള സംസ്ഥാനം. ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശ് ഈസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്, സീസ് ദ സൺ ഫസ്റ്റ്. സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്. ഇനി ഭൂമിയുടെ ആകൃതി എല്ലാവർക്കും അറിയാം. അതിൻ്റെ നിങ്ങൾ മാത്സിലൊക്കെ വൃത്തം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമിയെ നമ്മൾ ഏകദേശം ഒരു ഗോളാകൃതിയിൽ നമ്മൾ വരച്ച് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഡിഗ്രി അളവായിരിക്കും നമ്മൾ പറയുക. അത് 360 ഡിഗ്രിയാണ് നിങ്ങൾക്കറിയാം. ദ ആംഗുലാർ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഈസ് 360 ഡിഗ്രി. ഭൂമിയുടെ ആകെ കോണീയ അളവെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി ഈ 360 ഡിഗ്രി കറങ്ങാൻ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കറങ്ങാൻ ഭൂമിക്ക് വേണ്ട സമയം, ഭൂമിക്ക് ഒരു പ്രാവശ്യം കറങ്ങാൻ വേണ്ട സമയം നിങ്ങൾക്കറിയാം, 24 മണിക്കൂർ. അതുതന്നെയാണ് ഞാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞത്. ഭൂമി ഗോളാകൃതിയിലിരിക്കുന്നു, അതിൻ്റെ കോണീയ അളവ് 360 ഡിഗ്രിയാണ്. ഒരു പ്രാവശ്യം കറങ്ങുക മീൻസ് 360 ഡിഗ്രി ഒന്ന് കറങ്ങുക. അപ്പോൾ ഇത് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ 360 ഡിഗ്രി റൊട്ടേഷൻ ഈസ് 24 hours. ഈ 24 hours നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ, മാറ്റി അതിനെ മിനിറ്റിലേക്ക് കൊണ്ടുവരാം. 1 hour എന്ന് പറഞ്ഞാൽ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 60 മിനിറ്റാണ്. അപ്പോൾ 24 മണിക്കൂർ എന്ന് വെച്ചാലോ 24 ഗുണം 60, അതാണ് മിനിറ്റിലേക്ക് വരുമ്പോൾ 1440 മിനിറ്റെന്ന് കിട്ടും. അപ്പോൾ ഭൂമിക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 360 ഡിഗ്രി ഒന്ന് കറങ്ങുന്നതിന് 24 മണിക്കൂർ, അതായത് ഒരു ദിവസം അല്ലെങ്കിൽ മിനിറ്റിലേക്ക് കൊണ്ടുവന്നാൽ 1440 മിനിറ്റ് വേണം. നമ്മളങ്ങനെ മിനിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഇതാണ്. 360 ഡിഗ്രി കറങ്ങാനാണ് 1440 മിനിറ്റ്. അപ്പോൾ നമുക്ക് 1 ഡിഗ്രി കറങ്ങാൻ എത്രയെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. അതിന് എളുപ്പമാർഗം നിങ്ങൾക്കറിയാവുന്നതാണ്. 360 ഡിഗ്രിക്കാണ് 1440 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രിക്ക് 1440 മിനിറ്റ് ഡിവൈഡഡ് ബൈ 360. 1440 360 കൊണ്ട് ഭാഗിച്ചാൽ മതി. അപ്പോൾ 4 എന്ന് കിട്ടും. അപ്പോൾ ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം 4 മിനിറ്റാണ്. മറക്കരുത്, ഭൂമിക്ക് 1 ഡിഗ്രി കറങ്ങാൻ വേണ്ട സമയം 4 മിനിറ്റാണ്. അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി കറങ്ങാൻ എത്രയാണെന്ന് നോക്കാം. നമ്മളത് 15ൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് 2, 3, 4 ഒന്നും പറയുന്നില്ല. നമ്മൾ 15 പറയാനുള്ള കാരണം നമുക്ക് ഇതിനകത്ത് ചെറിയ ഒരു കണക്കൊന്നും 2 കണക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 15 ഡിഗ്രി കറങ്ങാൻ 1 ഡിഗ്രിക്ക് 4 എങ്കിൽ 15 ഡിഗ്രിക്ക് സമം എല്ലാവർക്കും അറിയാം 4 ഗുണം 15 സമം 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ. അപ്പോൾ 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്, 15 ഡിഗ്രി കറങ്ങാൻ 1 മണിക്കൂർ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ഭൂമി സഞ്ചരിക്കുമ്പോൾ ഓരോ ഡിഗ്രിക്കും 4 മിനിറ്റ് വീതം വേണം. അത് കിഴക്കോട്ട് പോകുമ്പോൾ, അതായത് ഏതൊരു രേഖയിൽ നിന്നും ഏതൊരു രേഖാംശം നിങ്ങൾ എടുത്താൽ അതിൽ നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ സമയം കൂടും. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ സമയം കുറയും. നമ്മൾ നേരത്തെ സൂര്യൻ്റെ ഉച്ചനിരയെ അടിസ്ഥാനമാക്കിയ സമയക്രമമാണ് പ്രാദേശിക സമയം എന്നൊക്കെ പറഞ്ഞു. അപ്പം തലയ്ക്ക് മുകളിൽ സൂര്യൻ വരുമ്പോൾ അവിടെ ഉച്ചയ്ക്ക് 12 മണി. ഇനി അവിടെ ഉച്ചയ്ക്ക് 12 മണിയെങ്കിൽ കിഴക്കോട്ട് പോകുമ്പോൾ ഓരോ ഡിഗ്രിക്ക് 4 വെച്ച് കൂടും. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ഓരോ ഡിഗ്രിക്ക് 4 വെച്ച് കുറയും. കണ്ടോ? അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണ് സൂര്യൻ നമ്മളൊരു സ്ഥലത്ത് ഉച്ചയ്ക്ക് 12 മണി കണ്ടുപിടിച്ചു. അപ്പോൾ 1 ഡിഗ്രി കിഴക്കുള്ള സ്ഥലത്ത്
12 മണി 4 മിനിറ്റ്. 1 ഡിഗ്രി പടിഞ്ഞാറുള്ള സ്ഥലത്താണെങ്കിൽ 12-ൽ നിന്ന് 4 മിനിറ്റ് കുറയ്ക്കുക, 11 മണി 56 മിനിറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലിരിക്കണം, കിഴക്കോട്ട് പോയാൽ സമയം കൂടും, അതായത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോയാൽ സമയം കൂടും, വെസ്റ്റിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് പോയാൽ സമയം കുറയും എന്നതും നമ്മുടെ മനസ്സിലിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ സമയവുമായി ബന്ധപ്പെട്ട കാര്യം തുടങ്ങി വെച്ചു. ഇതിന് ബാക്കി ഇനി ഒരു ക്ലാസ് കൂടെ കൊണ്ട് നമുക്ക് ഈ അധ്യായം അവസാനിക്കും. ഇന്ന് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളായിരുന്നു. അതിലാദ്യം നമ്മൾ പഠിച്ചത് ഇക്വിനോക്സസ് ആണ്. വാട്ട് ഈസ് ഇക്വിനോക്സസ്, എന്താണ് സമരാത്ര ദിനങ്ങളെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് സ്പ്രിങ്ങും ഓട്ടവുമാണ്, വസന്തവും ഹേമന്തവുമാണ്. അതിൻ്റെ പെക്യൂലാരിറ്റീസ്, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ടൈം, ലോക്കൽ ടൈമും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അധ്യായത്തിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൽ ഒരു ചോദ്യം, അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. വാട്ട് ആർ ദ പെക്യൂലാരിറ്റീസ് ഓഫ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം സീസൺസ്? ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം കൂടി നമുക്ക് പഠിക്കാം.